ഈ ക്രിസ്മസ് ദിനം ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ആഘോഷിച്ചതല്ല. നാട്ടുകാരനായ വിവേക് എന്ന 24-കാരൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനായി നാടൊന്നിക്കുകയാണ്. ഇന്ന് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനകീയ ധനശേഖരണം നടക്കുന്നു. ചൂരൽമലയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത് ചേർന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനിടയിൽ ആഘോഷത്തിൻ്റെ ഒരു പങ്ക് വിവേകനായി നീക്കിവെക്കണം എന്ന് നമ്മളും കൂടി ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണല്ലേ, അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണല്ലേ സുർജിത്ത്? തീർച്ചയായും ഹാഷ്മി, ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ വിവേകിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയതാണ്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ട ആളാണ്. ഇതുപോലെ QR കോഡുള്ള ചിത്രം പതിപ്പിച്ച ബാഡ്ജ് അണിഞ്ഞുകൊണ്ട് ചൂരൽമലക്കാർ ഒന്നിച്ച് പല മേഖലകളിൽ, പ്രത്യേകിച്ച് ടൂറിസം അല്ലാതെ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ബക്കറ്റുമായി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഈ ധനസഹായം വേഗത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. കാരണം 70 ലക്ഷത്തോളം രൂപയാണ് കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജനകീയ സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെ ഭാഗമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വാർഡ് മെമ്പർ നൂറുദ്ദീൻ, ഒപ്പം തന്നെ സുകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. ഇവിടുത്തെ PTA കമ്മിറ്റിയുടെ, വെള്ളാർമല സ്കൂളിലെ PTA കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള നജ്മുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ജനകീയ ഫണ്ട് കളക്ഷൻ ഇന്ന് നടക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഇത് തുടർച്ചയായി നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇവരെല്ലാവരും, ഈ നാട്ടുകാരെല്ലാവരും ചൂരൽമലക്കാരാണ്. ചൂരൽമല ദുരന്തത്തെ അതിജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ആളുകൾ. ഈ വിവേകിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്, ബാലകൃഷ്ണൻ. എങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ഒരു അവസ്ഥ? വൈകിട്ടാണ് അറിഞ്ഞതല്ലേ? ഇത് കുറച്ച് അറിയാൻ വൈകിപ്പോയി. ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ചെയ്യാൻ എല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതെ, മെക്കാനിക്കൽ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഗൾഫിലൊരു 3 മാസം നിന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് ഇതിങ്ങനെ കൂടിയിട്ട് തിരിച്ചു വന്നതാണ്. എന്തായാലും ഈ ചികിത്സ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം തന്നെയാണുള്ളത്. 70 ലക്ഷത്തോളം രൂപ സമാഹരിക്കണം. അത് വലിയ ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവർ ജനപ്രതിനിധികളാണ് ഇവിടുത്തെ. ഒപ്പം തന്നെ ഇതിൻ്റെ സമിതിയുടെ അധ്യക്ഷൻ ആയിട്ട് ഉള്ളത് നജീബിക്കയാണ്. എങ്ങനെയാണ് ധനസമാഹരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ ഇന്ന് ഇവിടെ നമ്മുടെ ഈ വാർഡുകളിൽ, അതുപോലെ കള്ളാടി, സൂചിപ്പാറ, വേലിപ്പാലം, അവിടെ ഒരു ബക്കറ്റ് പിരിവായിട്ടാണ് ഇന്നുള്ളത്. പിന്നെ മൊത്തം നമ്മളെ വയനാട് മൊത്തം, കേരളം മൊത്തം നമ്മുടെ ഈ നോട്ടീസുകൾ ഇതാക്കിയിട്ടുണ്ട്. അത് എന്താ പറയുക, പരമാവധി എല്ലാവരും അത് ഷെയർ ചെയ്ത് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അതാണ് വിവേക ചികിത്സാ ധനസഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറൊക്കെ പ്രേക്ഷകർ കാണിക്കുകയാണ്. IFSC കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയ മഹാദുരന്തം കഴിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ്. വിവേകിൻ്റെ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാവതേയല്ല, അല്ലെങ്കിൽ തന്നെ താങ്ങാവതല്ല. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് വിവേകിനെ കൈപിടി ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.